ഞാൻ ഇന്ന് കുടങ്ങൾ കൊണ്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുടങ്ങൾ ചില സ്ഥലങ്ങളിൽ മുത്തൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചൂട് കാലാവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാൻ കുടങ്ങളിന് കഴിയും എന്ന് പറയുന്നു. അതുപോലെ തന്നെ രാവിലെ വെറും വയറ്റിൽ കുടങ്ങൾ അരച്ച് ഇലക്കി കുടിച്ചു കഴിഞ്ഞാൽ കുടൽപുണ്ണിനും ശമനം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്ന അമിതമായ ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ പരിഹരിക്കാനും ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുടങ്ങൾ പല രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് അരച്ച് കലക്കി കുടിക്കുമ്പോൾ ഒരു ചവർപ്പ് തോന്നാറുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുടങ്ങലിൻ്റെ ചവർപ്പ് ഒട്ടും തന്നെ തോന്നുകയില്ല. കുട്ടികളും മുതിർന്നവരുമൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ കുടങ്ങൽ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന കുടങ്ങൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ ഇല കരിഞ്ഞു പോകാതെ അതിൻ്റെ പച്ചപ്പ് പൂർണ്ണമായി മാറ്റി നല്ലവണ്ണം മൂപ്പിച്ച് എടുക്കണം. ഞാനിവിടെ ഇല കരിഞ്ഞു പോകാതെ നല്ലവണ്ണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിലോട്ട് ഒരു മുറി തേങ്ങ ചിരകിയെടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതുകൂടെ വറുത്ത് കൊടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. അത്യാവശ്യം തേങ്ങയുടെ പച്ചമണം മാറി അല്പം കളർ വ്യത്യാസമായി വരുന്നത് വരെ വറുത്താൽ മതി. ഇവിടെ ഇപ്പം തേങ്ങയും അധികം മൂപ്പിക്കാതെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് വറുത്തെടുക്കാം. മല്ലിപ്പൊടിയും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വറുത്താൽ മതി. അതുകഴിഞ്ഞ് ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കാം. തണുത്തതിന് ശേഷം ബാക്കിയുള്ളവ കൂടെ ചേർത്തരച്ചെടുക്കാം. ഞാനിതിൽ 1/2 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചമ്മന്തിയുടെ പാകത്തിന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അരച്ചിട്ട് ഉരുട്ടി വേണമെങ്കിലും എടുക്കാം. ഞാനിങ്ങനെയാണ് എടുത്തത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.